മലപ്പുറത്തേക്കാണ് തൊടിയപുലത്ത് 14-കാരിയെ കഴുത്ത് ഞെരിച്ചു കൊന്ന 16 വയസ്സുകാരൻ. ബലാത്സംഗം നടന്നതായും പ്രതി പോലീസിനോട് പറഞ്ഞു. ഇന്നലെ സ്കൂളിലേക്ക് പോയ കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി നാടിനെ നടുക്കുന്ന അതിദാരുണ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബം വേദനയോടെ കാണുന്നത് രാവിലെ കുളിച്ചൊരുങ്ങി സ്കൂളിലേക്ക് പോയ 14 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോളുടെ ചേതനയറ്റ ശരീരം റെയിൽവേ ട്രാക്കിനടുത്ത് കുറ്റിക്കാട്ടിൽ. ആ പൊന്നുമോൾക്ക് നഷ്ടമായത് തൻ്റെ ജീവിതവും. എന്താണിവിടെ സംഭവിക്കുന്നത്? രക്ഷിതാക്കളും അധ്യാപകരും തൻ്റെ കൺമുമ്പിൽ കാണുന്ന അരുതായ്മകൾ അരുത് എന്ന് പോലും പറയാൻ കഴിയാതെ കണ്ണടക്കേണ്ടി വരുന്ന ദയനീയ അവസ്ഥ. മുതിർന്നവർ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അസമയത്ത് എവിടെയെങ്കിലും വെച്ച് കാണുന്ന വിദ്യാർത്ഥികളെ ഉപദേശിക്കുകയോ മറ്റോ ചെയ്താൽ അവരെ സദാചാരവും തന്തവൈബും പറഞ്ഞുകൊണ്ട് അവഹേളിക്കുന്ന ന്യൂജൻ സമൂഹം. കഴിഞ്ഞ വർഷം ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഉള്ളുനീറി ഒരു അധ്യാപിക പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം കുട്ടികൾക്ക്. 15 ബാലനിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് ഒന്നാമത്തെ ചൂരവടി കൊടുക്കണം. ടീച്ചർമാരുടെ കൈ ചൂരവടി വേണം, അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. അതെ, പലതും തിരുത്തി എഴുതേണ്ടിയിരിക്കുന്നു. ഇനി തിരുത്തിയാൽ പോലും അധ്യാപകരും രക്ഷിതാക്കളും ഒരു ഭീതിയിലാണ്. അവരെ നിയമക്കുരുക്കിൽപ്പെടുത്താൻ പല കയുക കണ്ണുകളും കാത്തിരിക്കുന്ന കാലം. സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ഈ വരികൾ എന്നും അർത്ഥവത്തായതാണ്. നല്ല കാലം തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് എന്നും നല്ലത് വരട്ടെ.